ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ സ്ലൈഡ്സ് ഒക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഷോർട്ട് നോട്ടുകൾ കൃത്യമായിട്ട് എടുത്തോണം. ഓരോ പോർഷനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് PPT കാണിക്കുന്ന പോയിന്റുകളൊക്കെ പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എഴുതി എടുത്തോണം. PPT ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെക്സ്റ്റിലുള്ള അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. അപ്പൊ അങ്ങനെ ഷോർട്ട് നോട്ടുകൾ എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് വീഡിയോയിൽ ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഷോർട്ട് നോട്ടുകൾ എടുത്ത് പഠിക്കണം എന്ന് പറയുന്നത്. അതുപോലെ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ കൂടി ക്ലാസ് എടുക്കുന്ന ആ പോർഷന് ബോർഡിൽ എഴുതുന്ന പോയിന്റുകളൊക്കെ നമ്മൾ ഷോർട്ട് നോട്ടായിട്ട് റഫ് ബുക്കിൽ എവിടെയെങ്കിലും എഴുതി പഠിക്കുന്നത് അല്ലെ എഴുതി എടുക്കുന്നത് കോൺസെൻട്രേഷൻ വർദ്ധിക്കാനും ഒക്കെ സഹായകരമാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന കാര്യം, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് മൈക്രോ എക്കണോമിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ അവസാനം ചില ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ആ ചാപ്റ്ററിൽ പറയാത്ത അല്ലെ തരാത്ത ചില ക്വസ്റ്റ്യൻസ് കൂടെ ഇപ്പം നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും എക്കണോമിക്സിന്റെ നോട്ട്ബുക്കിൽ എഴുതുക. എഴുതിയ ശേഷം എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യുക. അതായത് നോട്ട്ബുക്കിൽ എഴുതുക, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾ തന്നെ നോട്ട്ബുക്കിൽ എഴുതുക. ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ തരുന്നുണ്ട്, അതിന്റെ ആൻസറുകളും നമ്മളിപ്പോൾ പറയുന്നുണ്ട്. നോട്ടായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നില്ല ഞാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ നോട്ട് അയച്ചു തന്ന് നിങ്ങളത് എഴുതിയിട്ടൊന്നും പ്രയോജനമില്ല. അങ്ങനെയല്ല ഇത് പഠിക്കേണ്ടത്. നോട്ട് എഴുതി പഠിച്ച് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കിക്കൊണ്ട് ഒരു ഗുണവുമില്ല. ഇനി ആ കാലഘട്ടം കഴിഞ്ഞു. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ കയ്യക്ഷരം നന്നാക്കാനൊക്കെ നോട്ട് ചെയ്തായിരുന്നു. അല്ലെങ്കിൽ നോട്ടുകൾ ഫുള്ളായിട്ടൊക്കെ അയച്ചു തന്നല്ല പറഞ്ഞു തന്നിട്ട് കുറേ നോട്ട് എഴുതി എടുക്കുന്നതുകൊണ്ട് മാത്രം ഒരു പ്രയോജനമില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്: ക്വസ്റ്റ്യൻസ് പറയും, ആൻസേഴ്സും തരും. അപ്പൊ നിങ്ങൾ ആൻസേഴ്സും പറയും. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് നോക്കി കൃത്യമായിട്ടുള്ള ആൻസറുകൾ പകർത്തി നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഞാനല്ലാതെ ക്വസ്റ്റ്യനും ആൻസറും അങ്ങോട്ടേക്ക് തരില്ല. നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ഇപ്പൊ പറയുന്ന ഉത്തരങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നിങ്ങൾ തന്നെ നോട്ട്ബുക്കിൽ എഴുതിയ ശേഷം എനിക്ക് നോട്ട്ബുക്കിന്റെ നിങ്ങൾ എഴുതിയ ഉത്തരങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യുക. ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാരണം CE വർക്കുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ CE മാർക്കുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കുകളുടെ ഗുണനിലവാരം, കൃത്യത ഇതൊക്കെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ മറ്റൊരു മാർഗം നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്ന വർക്കുകൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീഡിയോസ് കൃത്യമായിട്ട് കാണുക, സംശയങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. സംശയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ തരമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു പുതിയ വിഷയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പഠിച്ച എക്കണോമിക്സ് അല്ല ഈ വർഷം നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യം, ഇന്ത്യൻ എക്കോണമിയോ സ്റ്റാറ്റിയ പോലെയുള്ള വിഷയമല്ല. എക്കണോമിക്സിന്റെ കോർ തിയറി പേപ്പറാണ് നമ്മൾ ഈ വർഷം പഠിക്കുന്നത്, മൈക്രോ എക്കണോമിക്സും. അപ്പൊ അത് പുതിയ വിഷയമാണ് നിങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വിഷയങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പോർഷൻ പറയുന്ന സമയത്തും ധാരാളം സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെയുള്ള സംശയങ്ങൾ എനിക്ക് വോയിസ് ക്ലിപ്പായിട്ടോ അല്ലാതെയോ പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില ആശയങ്ങൾ ഇപ്പൊ ക്യാപിറ്റലിസം അല്ലെ സോഷ്യലിസം അല്ലെ PPC അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും പൂർണ്ണമായ അർത്ഥത്തിൽ ഇപ്പൊ പറയാൻ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എടുക്കുന്ന ക്ലാസ്സുകളുടെ ഓരോ പോർഷനും എന്ന് പറയുന്നത് ഭാഗികമായി മാത്രമേ ഇപ്പോൾ എടുക്കുന്നത്. ഇപ്പൊ ക്യാപിറ്റലിസത്തിന്റെ മെയിൻ ഫീച്ചർ മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ. അല്ലെ സെൻട്രലൈസ്ഡ് അല്ലെ ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ചില മെയിൻ ഫീച്ചേഴ്സ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോളം സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ 1, 2, 3 മണിക്കൂർ എങ്കിലും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക്
ഒരു ചെറിയ ആശയമെങ്കിലും ലഭിക്കുകയുള്ളൂ എന്നെനിക്കറിയാം. പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ള സമയമില്ല, അത്രമാത്രം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുമില്ല. ചെറിയ ചെറിയ ആശയങ്ങൾ മാത്രം നിങ്ങൾ സങ്കല്പങ്ങൾ, നിങ്ങൾ കൺസെപ്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയായിരിക്കും. അപ്പൊ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെക്കാതെ തന്നെ ചോദിച്ചോളുക, അതിനകത്ത് മടിയൊന്നും വിചാരിക്കണ്ട. പക്ഷെ ഒരു കാര്യം ഓർത്തോളുക, ഇപ്പോൾ ഒരു ക്ലാരിറ്റി നമുക്ക് വരില്ല. മൈക്രോ എക്കണോമിക്സിന്റെ ചില ആശയങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അതിന്റെ ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് അല്ലെ മൈക്രോ എക്കണോമിക്സ് ഏകദേശം ഭാഗികമായ പൂർണ്ണമായിട്ടെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ കൂടിയേ നമുക്കൊരു കണക്ഷൻ കിട്ടുള്ളൂ. അതായത് ആദ്യത്തെ ചാപ്റ്ററിന്റെ ബാക്കിയായിരിക്കും അടുത്ത ചാപ്റ്ററിൽ, അതിന്റെ ബാക്കിയായിരിക്കും അടുത്ത ചാപ്റ്ററിൽ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒത്തിരി കൺഫ്യൂഷൻസ് തോന്നിയേക്കാം. ഇതെന്താ ഇതിന്റെ അർത്ഥം, ഇതിന്റെ ലോജിക്ക് എന്താണ്? ഒരുപക്ഷെ ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞാൽ കൂടി നിങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നും. കാരണം അത്രമാത്രം കോറായിട്ടുള്ള പേപ്പറാണ്, തിയറി പേപ്പറാണ് നമ്മൾ പഠിക്കുന്നത്. അതിനൊരു ഫുൾ ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ക്ലാസ്സുകൾ കിട്ടിയാൽ മാത്രമേ ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകും, സംശയങ്ങൾ ഉണ്ടാകും. തോന്നുന്ന സംശയങ്ങളൊക്കെ ചോദിക്കുക, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പക്ഷെ അതിന് പൂർണ്ണമായിട്ടും ഇതെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞ വർഷം ഇന്ത്യൻ എക്കോണമി പഠിച്ച അതേ ഒരു ക്ലാരിറ്റി ഉടനെ കിട്ടുമെന്ന് നിങ്ങൾ ധരിച്ചേക്കില്ല. അതിന് സമയം എടുക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്: ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ ആദ്യത്തെ സ്ലൈഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മൈക്രോ എക്കണോമിക്സ് എന്താണ്, മൈക്രോ എക്കണോമിക്സ് എന്താന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അത് ആ വ്യത്യാസം അതേ കാര്യം തന്നെ നിങ്ങൾ നോട്ടായിട്ട് എഴുതുക. ഇപ്പൊ ക്വസ്റ്റ്യൻ എഴുതുക ആദ്യമേ തന്നെ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്നുള്ള എഴുതുക, വിത്ത് ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ് എന്നുള്ള എഴുതുക. അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സ് തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉദാഹരണ സഹിതം വ്യക്തമാക്കാനുള്ള ചോദ്യം എഴുതുക. അതിനുശേഷം നമ്മുടെ സ്ലൈഡ് എടുത്തിട്ട്, നേരത്തെ നമ്മളെടുത്ത ക്ലാസ്സിന്റെ സ്ലൈഡ് എടുത്തിട്ട് നമ്മൾ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഓർ ഫേംസ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓൺ ദി അതർ ഹാൻഡ് മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് അഗ്രിഗേറ്റ്സ് ഓഫ് ആൻ എക്കോണമി എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞു. അതുപോലെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു വേംസ് ഐ വ്യൂ ആണെന്ന് പറഞ്ഞു. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ബേഡ്സ് ഐ വ്യൂ ആണെന്നുള്ളത് പറഞ്ഞു. അതായത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളെ ചെറുതായ അർത്ഥത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. മൈക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ഒരു പക്ഷി ആകാശത്ത് നിന്ന് എങ്ങനെയാണ് നഗരത്തെ അല്ലെ ഗ്രാമത്തെ മുഴുവനായിട്ടും വീക്ഷിക്കുന്നത്, അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഭാഗിക സന്തുലിതാവസ്ഥയാണെന്ന് പറഞ്ഞു. അതായത് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓൺ ദി അതർ ഹാൻഡ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞത് ഒരു ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ അത് കുറെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്ന കാര്യമാണ്. ഒരു രാജ്യത്തെ മുഴുവൻ ആൾക്കാരുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. ഒരു പേനയുടെ വില മൈക്രോ എക്കണോമിക്സ് ആണ്. ഒരു രാജ്യത്തെ മുഴുവൻ പേനകളുടെയും വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എടുക്കുകയാണെങ്കിൽ മൈക്രോ എക്കണോമിക്സ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതുക. അപ്പോൾ അതിന്റെ ആൻസർ ഇതുപോലെ ഒരു ടേബിൾ പോലെ 1, 2, 3 എന്നുള്ള രീതിയിൽ ഒരു സൈഡിൽ മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ഒരു കോളത്തിൽ എഴുതുക. സെക്കൻഡ് കോളത്തിൽ മാക്രോ എക്കണോമിക്സ് എഴുതുക. അതിന്റെ ഡിഫറൻസുകളും സിമിലാരിറ്റീസും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആ വീഡിയോയിൽ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, ജോൺസൺ കെ ജോയ്സിന്റെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ടെക്സ്റ്റിനകത്ത് നോക്കിയിട്ട് പകർത്തി കൃത്യമായിട്ട് എഴുതുക, പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന കേന്ദ്രീകൃത പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ഉള്ള ചോദ്യമാണ്. അപ്പൊ അതിനകത്ത് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾ അത് എഴുതേണ്ടതായിട്ട് വരും. പലപ്പോഴും ഒരു എസ്സേ എന്നുള്ള രീതി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, എന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാതിരിക്കാം. ഒരു സമ്പദ് വ്യവസ്ഥ ഫേസ് ചെയ്യുന്ന 3 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്.
പ്രധാനമായും 3 പ്രശ്നങ്ങളുണ്ട്. പ്ലസ് അതിന്റെ അവസാനം 4, 5, 6 എന്നുള്ള രീതി 3, 4 പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട. പക്ഷെ നിങ്ങൾ അത് ആൻസർ ചെയ്യണം. ഏതൊക്കെയാണ്? ഒന്ന്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഓർക്കുന്നുണ്ടായിരിക്കും അല്ലെ? എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള പ്രോബ്ലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിഭവങ്ങൾ പരിമിതമാണ്. റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പക്ഷെ ഒരു എക്കോണമിയെ സംബന്ധിച്ച് അൺലിമിറ്റഡ് ആയിട്ടുള്ള വാൺസ് ഉണ്ട്. അപ്പൊ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാൺസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് പറയുന്നത്. ലിമിറ്റഡ് ആയ റിസോഴ്സസിനെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. അത് എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്താണ് ആ വസ്തു, ഏത് വസ്തുവാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രോബ്ലം. ഫുഡാണോ, ടോക്കാണോ, അതോ ആരോഗ്യമാണോ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണോ, അത് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നതാണ് ആദ്യത്തെ പ്രോബ്ലം നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു പാരഗ്രാഫിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുക. രാജ്യങ്ങളുടെ റിസോഴ്സസ് എന്ന് പറയുന്ന സ്കേസ് ആണ്. ആ സ്കേസ് ആയ റിസോഴ്സസിന് ധാരാളം ഉപയോഗമുണ്ട്. അതുകൊണ്ടാണ് പ്രോബ്ലം ഓഫ് ചോയ്സ് ഉണ്ടാകുന്നത്. ലിമിറ്റഡ് ആയ വിഭവങ്ങള്, പരിമിതമായിട്ടുള്ള വിഭവങ്ങള് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് പ്രിഫറൻസ് കൊടുക്കേണ്ടി വരുന്നു. അതാണ് മെയിൻ പ്രോബ്ലം എന്നുള്ള കാര്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതുക. അതിനുശേഷം ഫസ്റ്റ് പ്രോബ്ലം വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ള എഴുതുക. നമ്മൾ പറഞ്ഞ പോലെ ടെക്സ്റ്റ് നോക്കി നിങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ എഴുതുക. ഒരു ചെറുതല്ല ഒരു പാരഗ്രാഫായിട്ട് എഴുതുക വാട്ട് ടു പ്രൊഡ്യൂസ്. രണ്ടാമത്തെ ഹൗ ടു പ്രൊഡ്യൂസ് ആണ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോബ്ലം. നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും, രണ്ട് ടെക്നോളജി അല്ലെങ്കിൽ രണ്ട് ഉൽപാദന രീതികളാണ് ലോകത്തുള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്ന് ലേബർ ഇന്റൻസീവ് ടെക്നിക്കാണ്, അതായത് ലേബേഴ്സിനെ കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപാദന രീതി. ഒരു കാര്യം ഓർത്തോളൂ, എന്ത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലേബറും വേണം, ക്യാപിറ്റലും വേണം. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടി ലേബർ വേണം, അതോടൊപ്പം ക്യാപിറ്റൽ വേണം. ഒരു കലപ്പ അല്ലെങ്കിൽ ഒരു മഴു, ഒരു കത്തി പോലും ക്യാപിറ്റലായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഒരാളൊരു പാടത്ത് ഉഴുന്ന സമയത്ത് അയാളാണ് ലേബർ എന്ന് പറയുന്നത്. അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കലപ്പയായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന തൂമ്പയായിരിക്കാം. അപ്പൊ എന്ത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലേബറും വേണം, ക്യാപിറ്റലും വേണം. പക്ഷെ ലേബർ ഇന്റൻസീവ് ടെക്നോളജിയിൽ ലേബേഴ്സിനെ ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുക, ക്യാപിറ്റലിനേക്കാളും തീവ്രമായിട്ട് ഉപയോഗിക്കുക ലേബർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ലേബർ ഇന്റൻസീവ് ടെക്നിക് എന്ന് പറയുന്നത്, തൊഴിലാളി തീവ്ര സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ലേബർ ഉപയോഗിക്കുന്നുണ്ട്, ക്യാപിറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. എവിടെയാ? ലേബർ ഇന്റൻസീവ് ടെക്നിക്കിനകത്ത്. പക്ഷെ ഉപയോഗിക്കുന്ന ലേബറിന്റെ അളവ് എന്ന് പറയുന്നത് ക്യാപിറ്റലിന്റെ അളവിനേക്കാൾ വളരെ അധികമായിരിക്കും. അതാണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. അവിടെ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജിയിലും നമുക്ക് ലേബറും ക്യാപിറ്റലും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അളവ് എന്ന് പറയുന്നത് ലേബറിനേക്കാളും കൂടുതലായിരിക്കും. ഒന്നെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ മൂലധനത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ലേബറിനേക്കാളും കൂടുതലായിരിക്കും. എവിടെ? ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. ഇപ്പോൾ ഒരു പാടത്ത് ഒരു 10 ഏക്കർ വരുന്ന ഒരു സ്ഥലത്ത് ഒരു മെഷീൻ കൊണ്ട്, ഒരു വലിയൊരു ട്രാക്ടർ കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ മെഷീനും ഒരു ലേബർ ഉപയോഗിച്ചിട്ട് ഒരു പക്ഷെ 1000കണക്കിന് കിലോ നെല്ല് കൊയ്തെടുക്കാൻ പറ്റിയേക്കാം. അവിടെ നമ്മൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനമാണ് ഉപയോഗിക്കുന്നത്. അവിടെ ലേബറും ഉണ്ട്, ക്യാപിറ്റലും ഉണ്ട്. പക്ഷെ ലേബറിന്റെ അളവ് 1, 2 മതിയായിരിക്കും, ക്യാപിറ്റലിന്റെ അളവ് 1 മതി എണ്ണ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് പ്രസക്തമായ കാര്യം. കൂടുതൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൊണ്ട് എപ്പോഴും ട്രാക്ടറുകൾ ധാരാളം വേണമെന്ന് ധരിച്ചേക്കരുത്. കൂടുതൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ലേബറിനേക്കാളും കൂടുതൽ ക്യാപിറ്റൽ എന്നാവണമെന്നില്ല. എപ്പോഴും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ എന്നുള്ള രീതിയിലാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് സാങ്കേതിക വിദ്യ വേണം ഉൽപാദനത്തിൽ ഉപയോഗിക്കാൻ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോബ്ലം, ഹൗ ടു പ്രൊഡ്യൂസ്. മൂന്നാമത്തെ നമുക്കറിയാം എന്താണ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞ കാര്യമാണ് ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ എങ്ങനെ വിതരണം ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ ആൾക്കാർക്കും ഒരേപോലെയാണോ വിഭവങ്ങൾ, ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ കൊടുക്കേണ്ടത്?
പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് കൊടുക്കണോ, പണക്കാർക്ക് കൂടുതൽ വിലയിട്ടിട്ട് ഉയർന്ന വിലയ്ക്ക് അത് കൊടുക്കണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒരു എക്കോണമി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അതിനുശേഷം 4, 5 എന്നുള്ള രീതിയിൽ, 6 എന്നുള്ള രീതിയിൽ 2-3 കാര്യം ഇവിടെ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഒന്ന് വായിച്ചാൽ മാത്രം മതി. അതിനെക്കുറിച്ച് അങ്ങനെ ചോദിക്കാറില്ലെങ്കിലും ഒന്ന് വായിച്ച് വെച്ചേക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതിക്കൊള്ളുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അതായത് ഒരു ഉൽപാദന സാധ്യത വക്രം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് വിശദീകരിക്കാൻ പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ് PPC അല്ലെ PPF എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. PPC ഷോസ് ദ ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ആൻ എക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് ഇഫ് ഇറ്റ് യൂസസ് ഇറ്റ്സ് ഓൾ റിസോഴ്സസ് ഗിവൺ ദ ടെക്നോളജി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു രാജ്യം അതിന്റെ എല്ലാ റിസോഴ്സസും ഉപയോഗിക്കുകയാണെങ്കിൽ, ടെക്നോളജി സാങ്കേതിക വിദ്യ സ്ഥിരമാണെങ്കിൽ, അതിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന 2 വസ്തുക്കളുടെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ഉൽപാദന സാധ്യതാ വക്രം എന്നുള്ളത് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക, ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് തന്നെ അത് വ്യക്തമാക്കുക. ഒരു ഡയഗ്രാം വരച്ചിട്ട് ഇതെന്താന്നുള്ളത് വ്യക്തമായിട്ട് എഴുതുക. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, MOC. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താന്നുള്ളത് നിർവചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. എന്താണ്? ഒന്നാമത്തെ വസ്തു കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വയ്ക്കുന്ന 2ാമത്തെ വസ്തുവിന്റെ അളവാണ് MOC എന്ന് പറയുന്നത്. നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്, നിങ്ങളത് എഴുതിക്കൊള്ളുക അല്ലെ. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. ഓക്കെ. അപ്പൊ എന്ത് കാര്യം നമ്മൾ എഴുതുമ്പോഴും അതിനൊരു ഡയഗ്രത്തിന്റെ സപ്പോർട്ട് ഉള്ളത് നല്ലതായിരിക്കും എക്കണോമിക്സിനകത്ത്. അപ്പൊ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു ഡയഗ്രാം വരച്ചു കൊടുക്കും. എന്നിട്ട് വരച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ ഒരു ശീലം ഇപ്പോഴും ഉണ്ടാക്കി വയ്ക്കുക. കൂടുതൽ മാർക്കുകളൊക്കെ നേടാൻ വേണ്ടി നമ്മളെ സഹായിക്കും. നിങ്ങളിവിടെ MOC എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക, ചെറിയൊരു PPC വരച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. ഇപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻ, look at the PPC given below. Find the points in the diagram showing inefficient utilization of resources, optimum utilization of resources and growth of resources. അതായത് താഴെ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ വിഭവങ്ങളുടെ അപൂർണ വിനിയോഗം, വിഭവങ്ങളുടെ ഉത്തമമായ വിനിയോഗം, വിഭവ വളർച്ച എന്നിവ കാണിക്കുന്ന ബിന്ദുക്കൾ ഏവ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് കാണാം. ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന കാര്യമാണ്. ഇതിനകത്ത് ഈ ഡയഗ്രത്തില് ചില പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ABC, XY എന്നുള്ള പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിൽ ഏതൊക്കെയാണ്? ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഏതായിരിക്കും? ഈ X എന്നുള്ള പോയിന്റ് ആണ് ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളത് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഒരു രാജ്യത്ത് ഉള്ള പ്രധാനപ്പെട്ട വിഭവങ്ങളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ വിടുകയാണെങ്കിൽ, ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ, ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള വിഭവങ്ങളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് ലാൻഡിനകത്ത് എന്തൊക്കെ വരും? ഈ പറഞ്ഞ പോലെ ലാൻഡ് വരും, മിനറൽസ് വരും, ഫോറസ്റ്റ്, ഓഷ്യൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ലാൻഡ് എന്ന് പറയുന്നത്. ലേബേഴ്സിനകത്ത് എന്തൊക്കെ വരും? ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതായത് ഹ്യൂമൻ ക്യാപിറ്റലാണ് ലേബറിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്, ഹ്യൂമൻ ക്യാപിറ്റൽ. ക്യാപിറ്റലിനകത്തോ ഹ്യൂമൻ ക്യാപിറ്റലിനെ പോലെ തന്നെ ക്യാപിറ്റലിനകത്ത് വരുന്ന എന്താണ്? ഫിസിക്കൽ ക്യാപിറ്റലാണ്. ഫിസിക്കൽ ക്യാപിറ്റൽ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു പഠിച്ച കാര്യമാണ്. എന്തൊക്കെയാണ്? മെഷീൻസ്, ടൂൾസ്, ഓൾ ദ മെഷീൻസ്, ടൂൾസ്, ബിൽഡിങ്സ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പോർട്ടുകൾ, ബ്രിഡ്ജ്, റെയിൽവേസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതാണ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂലധനം, ടെക്നോളജി, ഓക്കെ, ഇതെല്ലാം തന്നെയാണ്. അപ്പൊ ഈ വിഭവങ്ങളെ ഒരു രാജ്യം നന്നായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ അതിന് ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന പോയിന്റ്സിനെ കാണിക്കുന്നതാണ് PPC എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അല്ലെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അതായത് A, B, C എന്നുള്ള പോയിന്റ് കടന്നു പോകുന്ന എതിരെയാണ് ഒരു രാജ്യം
അതിന്റെ ലേബറും ക്യാപിറ്റലും എന്റർപ്രണറും ഇതെല്ലാം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, പൂർണ്ണമായിട്ടും ഒപ്റ്റിമമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അതിന് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് PPC എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് എന്താ കാണിക്കുക? ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് വിഭവങ്ങൾ ഒരു രാജ്യം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ലാൻഡ് വെറുതെ കിടക്കും, ലേബേഴ്സ്, തൊഴിൽ രഹിതരായിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ നാട്ടിൽ ധാരാളം ഉണ്ടായിരിക്കും. ടെക്നോളജി അഥവാ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒപ്റ്റിമമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ വിനിയോഗിക്കണമെന്നില്ല. എല്ലാ ഫാക്ടറികളിലും, മിക്കവാറും എല്ലാ ഫാക്ടറികളിലെയും ഫേംസിലെയും ഒക്കെ യന്ത്രങ്ങൾ പൂർണ്ണമായിട്ട് വിനിയോഗിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ രാജ്യം വളരെ കുറച്ച് അളവിലുള്ള എക്സും വൈയും മാത്രമേ, അല്ലെങ്കിൽ എയും ബിയും മാത്രമേ ഉൽപ്പാദിപ്പിക്കുള്ളൂ. അങ്ങനെ ഒരു പോയിന്റിലാണെങ്കിൽ, അങ്ങനെ ഒരു പോയിന്റാണ് ഈ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് കാണിക്കുന്നത്. അതാണ് ഒരു രാജ്യം അതിന്റെ ലേബറും ക്യാപിറ്റലും അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ്, ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലും ഇൻഎഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സിനെ കാണിക്കുന്നതാണ് എക്സ് എന്നുള്ള പോയിന്റ്, അഥവാ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ള പോയിന്റ് എക്സ് എന്ന് പറഞ്ഞാണ്. അത് ഓർത്തോളൂ. അതുപോലെ ABC എന്ന് പറഞ്ഞ പോയിന്റ്സ് കാണിക്കുന്നത് എന്താണ്? PPC ആണ്, അഥവാ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. വിഭവത്തെ ഏറ്റവും പൂർണ്ണമായിട്ടും ഉത്തമമായിട്ടും വിനിയോഗിക്കുകയാണെങ്കിൽ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ABC എന്നുള്ളത് കാണിക്കുന്നത്. അതെ. ഇനി ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ ഈ ABC എന്ന് പറഞ്ഞ PPC, ABC എന്ന് പറയുന്ന ആ കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരിക എന്ന് കരുതുക. റൈറ്റ് വേർഡ് ഷിഫ്റ്റ്, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് കരുതുക. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ എത്തിച്ചേരുന്ന പോയിന്റ് ആയിരിക്കും Y എന്നുള്ള പോയിന്റ്. Y എന്നുള്ള പോയിന്റ്. അതായത് ഒരു രാജ്യത്തിലെ റിസോഴ്സസ് വർദ്ധിക്കുകയാണെന്ന് കരുതുക. അതായത് റിസോഴ്സസ് ആയ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ അഥവാ ടെക്നോളജി, ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിലെ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ഗണ്യമായിട്ട് വർദ്ധിക്കും. ഇപ്പൊ ലാൻഡോ ലേബറോ ക്യാപിറ്റലോ ഇതെല്ലാം കൂടി വർദ്ധിച്ചു കഴിഞ്ഞാലോ എന്ത് സംഭവിക്കാം? ഉൽപാദനത്തിൽ വർധന ഉണ്ടാകും. അങ്ങനെ റിസോഴ്സസിനകത്ത് ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഉൽപാദനം കൂടും. എന്തിന്റെയാ? ഈ കോട്ടണിന്റെയും വൈനിന്റെയും ഉൽപാദനം കൂടും. അങ്ങനെ ഒരു പോയിന്റിൽ, അങ്ങനെ കോട്ടണിന്റെ വൈനിന്റെ ഉൽപാദനം കൂടുവാണെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്ന പോയിന്റ് ആണ് Y എന്ന് പറയുന്നത്. അതായത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് കാണിക്കുന്ന പോയിന്റ് ആണ് Y എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നിവയാണ് റിസോഴ്സസ് നമ്മൾ പറഞ്ഞു. ആ റിസോഴ്സസിനകത്ത് വർധന ഉണ്ടാകുകയാണെങ്കിൽ വൈയിലേക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞു, അല്ലെ? പക്ഷെ ലാൻഡിനകത്ത് വർധന ഉണ്ടാകാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ ലേബറിനകത്ത് വർധന ഉണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? പോപ്പുലേഷൻ കൂടണം, അല്ലെ? ഒന്നെങ്കിൽ പോപ്പുലേഷൻ കൂടണം, അല്ലെങ്കിൽ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക, എംപ്ലോയീസ്, അവരുടെ ക്വാളിറ്റി വർദ്ധിക്കണം, ഓൺ ദി ജോബ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട്. അപ്പൊ ലാൻഡ് വർദ്ധിക്കുക എന്നുള്ളത് ഒരു വിദൂര സാധ്യത മാത്രമാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച്. ലാൻഡിന്റെ ഉൽപാദനക്ഷമത കൂട്ടാം ഒന്നെങ്കിൽ, അതല്ലെങ്കിൽ ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ലേബർ വർദ്ധിക്കാം. എങ്ങനെയാണ്? പോപ്പുലേഷൻ കൂടി. അപ്പൊ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാലോ ലാൻഡ് കൂടിയാലോ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ഉണ്ടാകും. Y എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ ക്യാപിറ്റൽ വർദ്ധിച്ചു കഴിഞ്ഞാലോ, മീൻസ് ടെക്നോളജിയിൽ വലിയൊരു വർധന, സാങ്കേതിക വിദ്യയിൽ ഒരു വലിയൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായാലും Y എന്നുള്ള പോയിന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നമ്മളത് കഴിഞ്ഞ വർഷം ഗ്രീൻ റെവല്യൂഷൻ പഠിച്ച സമയത്ത് പറഞ്ഞത്, അല്ലെ? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റി, ലാൻഡ് കൂട്ടിയിട്ടൊന്നുമല്ല, പിന്നെയോ പ്രൊഡക്ടിവിറ്റി കൂട്ടി. എങ്ങനെയാണ്? രാസവളങ്ങൾ ഉപയോഗിച്ചും ഇറിഗേഷൻ ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചും ടെക്നോളജി, ഹൈ യീൽഡിങ് വെറൈറ്റി സീഡ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും, അല്ലെ? അപ്പൊ അതുപോലെ ലാൻഡിനകത്ത് വർധന വർദ്ധിപ്പിക്കാം. ഒന്നെങ്കിൽ വൈയിലേക്ക് എത്തിച്ചേരാം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 1. 2, ലേബറിന്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ, പ്രൊഡക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാലോ Y എന്നുള്ള പോയിന്റിലേക്ക് എത്തിച്ചേരാം, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. 3, മൂലധനം അഥവാ ക്യാപിറ്റലിന്റെ എഫിഷ്യൻസി കൂട്ടുക, സാങ്കേതിക വിദ്യ വർദ്ധിക്കുക. അങ്ങനെയാണെങ്കിലും വൈയിലേക്ക് നമുക്ക് എത്തിച്ചേരാം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇത്രമാത്രം ഇവിടെ എഴുതിയാൽ മതി. Y എന്നുള്ളതാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് കാണിക്കുന്നതെന്ന് മാത്രം നിങ്ങൾ തൽക്കാലം എഴുതിയാൽ മതി.
നമുക്ക് പക്ഷെ ഇതിനെക്കുറിച്ച് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം സോഷ്യലിസം എന്നാണ്. മുതലാളിത്തത്തിന്റെ സവിശേഷതകളേവ, അതെങ്ങനെ സോഷ്യലിസത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ ക്യാപിറ്റലിസത്തിന്റെ മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്തൊക്കെയാണ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ? നമ്മൾ എന്താന്ന് പറഞ്ഞല്ലേ, എന്താണ് ലെസേ ഫെയർ പോളിസി അഥവാ ലെഫ്റ്റ് ഫ്രീ എന്നുള്ളതാണ്. ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡ് സപ്ലൈക്കും ഗവൺമെന്റ് ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അഥവാ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെന്റിന്റെ റോള് എന്ന് പറയുന്നത് പാസീവായിരിക്കും, മാർക്കറ്റിന്റെ റോള് എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരിക്കും. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും, ലെസേ ഫെയർ പോളിസി ഉണ്ടായിരിക്കും, കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞാണ്. നിങ്ങൾ എഴുതിക്കൊണ്ടാൽ മതി മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ സോഷ്യലിസത്തിൽ നിന്നും അതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം എഴുതും. അപ്പൊ എന്ത് ചെയ്യണം? വൺ സൈഡ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റലിസം എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്ത് എഴുതുക. അപ്പൊ അതുപോലെ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ ഒരു ബോക്സ് മീൻസ് ഒരു കോളം എഴുതുക വൺ സൈഡിൽ. രണ്ടാമത്തെ കോളത്തിൽ സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ് ഇടുക. അപ്പൊ അതിന് താഴേക്ക് ക്യാപിറ്റലിസത്തിന് താഴേക്ക് നമ്മൾ പറഞ്ഞ പോലെ അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ലെസേ ഫെയർ പോളിസി, പ്രോഫിറ്റ് മോട്ടീവ്, അതുപോലെ തന്നെ ബാക്കിയുള്ള മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ എഴുതുക. അതുപോലെ തന്നെ ഈ സോഷ്യലിസത്തിന്റെ കോളത്തിന് താഴെ സോഷ്യലിസത്തിന്റെ മെയിൻ ഫീച്ചേഴ്സ് എഴുതുക. ആക്റ്റീവ് റോൾ ഓഫ് ദ ഗവൺമെന്റ് എന്നും കളക്റ്റീവ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ് എന്നുള്ള കാര്യങ്ങൾ, ഡൊമിനന്റ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ സോഷ്യലിസത്തിന്റേതും എഴുതുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ടേബിൾ വെച്ചിട്ട് കൃത്യമായിട്ട് വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കൂടുതൽ അനാലിസിസിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ആ ടേബിൾ നോക്കിയിട്ട് ഞാൻ എന്റെ PPT അയച്ചിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ കൃത്യമായി ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഫീച്ചേഴ്സ് ടേബിളായിട്ട് വൃത്തിയായിട്ട് നോട്ടായിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഓരോ പോയിന്റും വിശദീകരിക്കണമെന്നൊന്നും ഇല്ല, നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. വിശദീകരിച്ച് എഴുതേണ്ട പോയിന്റ്സ് മാത്രമേ എഴുതിയാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസ്? അതായത് നോർമേറ്റീവ് എക്കണോമിക്സും പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ അതും ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിലവിലുള്ള ഒരു വ്യവസ്ഥിതി എന്താണ്, എങ്ങനെയാണ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ലെ അങ്ങനെ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇന്ത്യയിലെ പോവർട്ടി ഇപ്പൊ എങ്ങനെയാണ്, എവിടെ നിൽക്കുന്നു, ഏതൊക്കെയാണ് ഹൈലി പുവർ ആയിട്ടുള്ള സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ പോവർട്ടി കുറഞ്ഞ സ്റ്റേറ്റ്സ് ഏതൊക്കെയാ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പോസിറ്റീവ് എക്കണോമിക് അനാലിസിസിനകത്ത് പഠിക്കുന്നുള്ളൂ. പക്ഷെ നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസിനകത്ത് നമ്മൾ എന്ത് പഠിക്കുന്നു? അത് അതിന്റെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയിരിക്കുന്നത് എന്നുള്ള ഒരു വാല്യൂ ജഡ്ജ്മെന്റ് കൂടി അവിടെ വരുന്നുണ്ട് നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസിനകത്ത്. പോവർട്ടി എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുന്ന ഒരു രാജ്യത്തിലെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയിരിക്കാനുള്ള റീസൺസ്, കോസസ് ഓഫ് പോവർട്ടി, ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, എക്കണോമിക് റീസൺസ് ഒക്കെ നമ്മൾ എവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്? നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസിനകത്ത് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ടേബിൾ ആയിട്ട് നിങ്ങൾ നോട്ടായിട്ട് എഴുതുക. ടേബിൾ ഫോമിൽ എഴുതിയാൽ മതിയായിരിക്കും. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനം കൊടുത്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിമ്പിൾ ആണ് എന്ന് പറഞ്ഞു പോകാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാറ്റഗറീസ് ഓഫ് ഫോളോയിങ് അണ്ടർ 2 അപ്രോപ്രിയേറ്റ് ഹെഡ്സ്, നെയിംലി മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. അതായത് മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ഹെഡിന് താഴെയും മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഹെഡിന് താഴെയും അതിനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ലളിതമാണ്, പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ GDP എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ആണ്. GDP എന്ന് പറഞ്ഞാൽ മൈക്രോ ആണോ മാക്രോ ആണോ? മൈക്രോ എക്കണോമിക്സ് ആണ്. കാരണം എന്താണ്? ഒരു രാജ്യത്തിലെ മുഴുവൻ ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കോണമി ഡ്യൂറിങ് എ ഇയർ, അതാണ് GDP എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് GDP എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ എക്കണോമിക്സ് ആണ് എന്ന് നമുക്കറിയാവുന്ന കാര്യം. GDP മൈക്രോ എക്കണോമിക്സ്. സപ്ലൈ ഓഫ് എ പ്രൊഡക്ഷൻ യൂണിറ്റ്, അതായത് ഒരു ഉൽപാദന യൂണിറ്റിന്റെ സപ്ലൈ എന്ന് പറയുന്നത് ഒരു ഉൽപാദന യൂണിറ്റ് അതേതാണ്? മൈക്രോ ആണ് അല്ലെ? മൈക്രോ ആണ്. ഞാൻ എഴുതുന്നില്ല, കാണാണ്ട് പോകും. ഓക്കെ. അപ്പൊ GDP മൈക്രോ എക്കണോമിക്സ് ആണ്. സപ്ലൈ ഓഫ് എ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ്.
അടുത്തത് ജനറൽ പ്രൈസ് ലെവൽ, മൊത്ത വില നിലവാരം. മൈക്രോ എക്കണോമിക്സ് ആണ്. ഒരു രാജ്യത്തെ മുഴുവൻ വില നിലവാരത്തെ കുറിച്ചിട്ടുമാണ് അവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് ജനറൽ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ എക്കണോമിക്സ് ആണ്. ടോട്ടൽ എക്സ്പോർട്സ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഒരു രാജ്യത്തിന്റെ മുഴുവൻ എക്സ്പോർട്സും ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, മൈക്രോ എക്കണോമിക്സ്. അടുത്തത് കൺസ്യൂമർ എന്ന് പറഞ്ഞ ഒരു കൺസ്യൂമറെ ഉദ്ദേശിക്കുന്നു, ഒരു ഉപഭോക്താവ്, മൈക്രോ എക്കണോമിക്സ്. ടോട്ടൽ ഡിമാൻഡ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു രാജ്യത്തിലെ മുഴുവൻ ഡിമാൻഡാണ്. അപ്പൊ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഇൻകം ഓഫ് എ ടീച്ചർ മൈക്രോ എക്കണോമിക്സ് ആണ്. ഒന്നുകൂടെ പറയാം, ഇതിനകത്ത് GDP മൈക്രോ എക്കണോമിക്സ് ആണ്. സപ്ലൈ ഓഫ് എ പ്രൊഡക്ഷൻ യൂണിറ്റ് മൈക്രോ എക്കണോമിക്സ് ആണ്. ജനറൽ പ്രൈസ് ലെവൽ മൈക്രോ എക്കണോമിക്സ് ആണ്. ടോട്ടൽ എക്സ്പോർട്സ് മൈക്രോ എക്കണോമിക്സ് ആണ്. കൺസ്യൂമർ മൈക്രോ എക്കണോമിക്സ് ആണ്. ടോട്ടൽ ഡിമാൻഡ് മൈക്രോ എക്കണോമിക്സ് ആണ്. ഇൻകം ഓഫ് എ ടീച്ചർ മൈക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, എഴുതിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സപ്പോസ് ഇന്ത്യൻ എക്കോണമി ഈസ് നൗ ഓപ്പറേറ്റിംഗ് ഓൺ ദ പോയിന്റ് കെ. നമ്മൾ കുറച്ചു മുമ്പ് വിശദീകരിച്ച അതേ സംഭവമാണ്. കെ എന്ന് പറഞ്ഞ പോയിന്റാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദീസ്? കെ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഒരു എക്കോണമി വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കെ എന്നുള്ള പോയിന്റ് പ്രത്യേകത എന്താ? നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു അല്ലെ, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് കെ എന്ന് പറഞ്ഞ പോയിന്റിൽ. അതിന് കാരണങ്ങൾ എന്തൊക്കെയാണുള്ളത്? അതായത് ഒരു രാജ്യം സാമ്പത്തികമായിട്ട് പിന്നാക്കാവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ആ രാജ്യം കെ എന്നുള്ള പോയിന്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ലോജിക്ക്. അതായത് ഒരു രാജ്യത്തെ ലാൻഡ് മുഴുവൻ ഒപ്റ്റിമമായിട്ട് വിനിയോഗിക്കപ്പെടുന്നില്ല, ഒത്തിരി ലാൻഡ് ബാരനായിട്ട് കൃഷി ചെയ്യാണ്ട് കിടക്കുകയാണ്. അപ്പോൾ വിഭവങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ലെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. ഇനി ഒരു രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ, ലേബേഴ്സ് മുഴുവൻ പൂർണ്ണമായിട്ടും ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ, അതായത് എല്ലാവർക്കും തൊഴിൽ ലഭ്യമല്ലെങ്കിൽ നമുക്ക് പറയാം ആ രാജ്യം കെ എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും, അഥവാ ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സിലായിരിക്കും, അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സിലായിരിക്കും. വിഭവങ്ങളെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് ലേബർ എക്സസ് ആണ്, അവർക്ക് തൊഴിൽ രഹിതരായിട്ട് അലഞ്ഞിരിഞ്ഞ് നടക്കുക എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു എക്കോണമി എന്ന് പറയുന്നത് കെ എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും. പിന്നെ എന്താണ്? ക്യാപിറ്റൽ, വിദ്യയുടെ കാര്യത്തിൽ ഒരു രാജ്യം പുരോഗതി പ്രാപിക്കുന്നില്ലെങ്കിലും കെ എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കാം അത് നിലനിൽക്കുന്ന, അല്ലെ കഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് കെ എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു രാജ്യം പെർസിസ്റ്റ് ചെയ്യാനുള്ള കാരണം. അതിന് ഒത്തിരി റീസൺസ് ഉണ്ട്. ലാൻഡ് പൂർണ്ണമായിട്ട് വിനിയോഗിക്കുന്നില്ല, അതിന്റെ പല കാരണങ്ങൾ കണ്ടേക്കാം. ചുരുക്കി പറഞ്ഞാല് അവികസിതമായ രാജ്യം അല്ലെങ്കിൽ വികസനമായ ഒരു രാജ്യം കെ എന്നുള്ള പോയിന്റിലായിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ലോജിക്ക്. അതിന് ഒത്തിരി റീസൺസ് ഉണ്ട്, മറ്റു റീസൺസ് ഒക്കെ ഉണ്ട്. തൊഴിലില്ലായ്മയ്ക്ക് കാരണമുണ്ട്, ആ രാജ്യത്ത് വ്യവസായങ്ങൾ ശക്തമല്ലായിരിക്കാം, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ പ്രൊഡക്ഷൻ കാര്യമായിട്ട് നടക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ധാരാളം റീസൺസ് വന്നേക്കാം. ചുരുക്കി പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം വിഭവങ്ങൾ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ലാൻഡ് പൂർണ്ണമായിട്ട് വിനിയോഗിക്കുന്നത്, ലാൻഡ് വെറുതെ കിടക്കുകയാണ്, പൂർണ്ണമായിട്ട് വിനിയോഗിക്കുന്നില്ല, ഒപ്റ്റിമായിട്ട് വിനിയോഗിക്കപ്പെടുന്നില്ല. ലേബേഴ്സ് ധാരാളം ഇനിയുണ്ട്, പൂർണ്ണമായിട്ട് അവരെ വിനിയോഗിക്കാത്തതുകൊണ്ട് അവർ തൊഴിൽ രഹിതരായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് പറയാം. അതുപോലെ സാങ്കേതിക വിദ്യ വർദ്ധിക്കുന്നില്ല, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് തന്നെ ആ രാജ്യം സാങ്കേതിക വിദ്യ അപര്യാപ്തമായിട്ടുള്ള സാങ്കേതിക വിദ്യ ആയിരിക്കും, ഒബ്സൊലേറ്റ് ടെക്നോളജി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ കെ എന്നുള്ള പോയിന്റിലാണ് പ്രവർത്തിക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. അതിന് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ വേറെ റീസൺസ് ഉണ്ട്. എന്തുകൊണ്ടാണ് തൊഴിലില്ലായ്മ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ലാൻഡ് പൂർണ്ണമായിട്ട് വിനിയോഗിക്കാത്തത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചല്ലേ, ലാൻഡ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ ഉൽപാദനം കുറയാനുള്ള കാരണങ്ങൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. എന്തൊക്കെയായിരുന്നു? ഒബ്സൊലേറ്റ് ടെക്നോളജി, എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, അങ്ങനെ കുറെ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അങ്ങനെ കുറെ പോയിന്റ്സ് പഠിച്ചല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജലസേന സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ, സാങ്കേതികവിദ്യ പഴയതാണെങ്കിൽ, ഭൂമിയിൽ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ പഴയതാണെങ്കിൽ, രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ജമീന്ദാർ, റൈഡ്വാരി, മഹൽവാരി പോലത്തെ സിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ലാൻഡ് പൂർണ്ണമായിട്ട് വിനിയോഗിക്കണമെന്നില്ല, പ്രൊഡക്ഷൻ കുറവായിരിക്കും.
ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ഉണ്ടാവും. കെ എന്നുള്ള പറഞ്ഞ പോയിന്റിലായിരിക്കും ആ രാജ്യം പ്രവർത്തിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ ലേബർ, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ലേബേഴ്സ് ധാരാളം ഉണ്ടായിരിക്കുക. തൊഴിലില്ലായ്മ രൂക്ഷമായ രാജ്യമാണ് കെ എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും. എന്തുകൊണ്ടാണ് തൊഴിലില്ലായ്മ രൂക്ഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറ്റ് റീസൺസ് ഉണ്ടാകും. ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ല, രാജ്യത്ത് സാമ്പത്തിക പുരോഗതി കാര്യമായിട്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ തൊഴിലെതിരായിട്ട് ആൾക്കാരെ ധാരാളം കണ്ടേക്കാം. ആശയം പിടികിട്ടിക്കാണെന്ന് കരുതുന്നു. ബി, അതിന്റെ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. സജസ്റ്റ് 2 അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ടു ബ്രിങ് ദ എക്കോണമി ഓൺ ദ PPC. അതായത് ഒരു വികസ്വര രാജ്യം കെ എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും പ്രവർത്തിക്കുക. ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ വിഭവങ്ങളുടെ അപൂർണമായിട്ടുള്ള വിനിയോഗമാക്കുക എന്ന് പറഞ്ഞ പോയിന്റ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ കെ എന്ന് പറഞ്ഞ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ട്, നമ്മുടെ ലാൻഡ് ഒന്നും പൂർണ്ണമായിട്ട് വിനിയോഗിക്കപ്പെടുന്നില്ല, നമ്മുടെ സാങ്കേതിക വിദ്യയിൽ ഇനിയും പുരോഗതി ഉണ്ടാകാനുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കെ എന്നുള്ള പറഞ്ഞ പോയിന്റിൽ നിന്നും മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഈ പറയുന്ന എയിലേക്കും അല്ലെ ബിയിലേക്കും ഈ PPCയിലേക്ക് എത്താം എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എങ്ങനെ എത്താൻ പറ്റും? കെ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സാധ്യമാകണം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എന്തൊക്കെ സാധ്യമാകണം? നമ്മുടെ ലാൻഡ് നമ്മൾ പൂർണ്ണമായിട്ട് വിനിയോഗിക്കും. നിങ്ങളിപ്പോ ഡയറക്റ്റ് ആയിട്ട് അത്ര ചെയ്താൽ മതി. ലാൻഡ് ഫ്രീ ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ഭൂമി പൂർണ്ണമായിട്ട് വിനിയോഗിക്കുക, അവിടെയെല്ലാം കൃഷി ചെയ്യുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് AB എന്ന PPCയിലേക്ക് വരാൻ പറ്റും. ലാൻഡിന്റെ പൂർണ്ണമായിട്ടുള്ള വിനിയോഗത്തിലൂടെ വരാൻ പറ്റും. ലേബർ, എക്സസ് ആയിട്ടുള്ള ലേബറിനെല്ലാം തൊഴിൽ കൊടുക്കുക. അത് എങ്ങനെയാന്നുള്ള മറ്റൊരു കാര്യം കേട്ടോ. ലേബേഴ്സിന് മുഴുവൻ തൊഴിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കെ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ABയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെയോ പിന്നെ മൂലധനം, സാങ്കേതിക വിദ്യയിൽ വലിയ പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ സാങ്കേതിക വിദ്യ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുക എന്ന് കരുതുന്നത്. കൃഷി ചെയ്യാനോ വ്യവസായങ്ങളിലോ ഒക്കെ ആവശ്യമായിട്ടുള്ള മെഷീൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണെങ്കിൽ ഉൽപാദനം വർദ്ധിക്കാം. ഗ്രീൻ റെവല്യൂഷനിൽ സംഭവിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കെ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും AB എന്നുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ PPC കെ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും AB എന്നുള്ള പോയിന്റിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റും? ലേബർ ലാൻഡ് പൂർണ്ണമായിട്ടും വിനിയോഗിക്കുക, വെറുതെ കിടക്കുന്ന ഭാര്യ ലാൻഡ്സ് എല്ലാം നന്നായിട്ട് വിനിയോഗിക്കുക, ഒന്നും മിച്ചവിടാൻ പാടില്ല എന്നുള്ളതാണ്. ക്രോപ്പ് റൊട്ടേഷൻ ഒക്കെ അഡോപ്റ്റ് ചെയ്യുക. ലേബർ എല്ലാ ആൾക്കാർക്കും തൊഴിൽ കൊടുക്കുക, എല്ലാവരെയും നല്ല അവരുടെ എല്ലാ ജോലികളും കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു രാജ്യത്ത് പാടില്ല. എല്ലാവർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, എല്ലാവർക്കും തൊഴിൽ ലഭ്യമാകണം. എങ്കിൽ മാത്രം നമുക്ക് കെ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും AB എന്ന് പറഞ്ഞ PPCയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ ക്യാപിറ്റൽ അഥവാ സാങ്കേതിക വിദ്യയിലെ അഡോപ്ഷൻ അല്ലെങ്കിൽ പുരോഗതിയിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം? ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് എക്കോണമിയിൽ നിന്നും ഒപ്റ്റിമം യൂട്ടിലൈസ്ഡ് എക്കോണമിയിലേക്ക് AB എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് എക്കണോമിക് ടേം ഫോർ ദ ഫോളോയിങ് ഡെഫിനേഷൻസ്. ഒരു എക്കണോമിക് ടേം ചോദിച്ചിരിക്കുകയാണ്. Combination of all those goods and services that can be produced with given resources and given technology. അറിയാവുന്ന കാര്യമാണ്, നമ്മൾ കൂടുതൽ പറയേണ്ട PPC അല്ലെ, PPC അല്ലെങ്കിൽ PPF എന്നുള്ളതാണ് അതിന്റെ ആൻസർ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കെയർ. The branch of economics which studies the small units of the economy. ഒരു എക്കോണമിയിലെ ചെറിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്ന എക്കണോമിക്സിന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഏതാണ്? മൈക്രോ എക്കണോമിക്സ് അല്ലെ, മൈക്രോ എക്കണോമിക്സ് ആണ്. അത് നിങ്ങളൊക്കെ എഴുതിയാൽ മതി, അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെന്താണ്? ദ അഡീഷണൽ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് എ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ഗുഡ് സാക്രിഫൈസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ദ അതർ ഗുഡ് ഈസ് ഇൻ ആൻ എക്കോണമി. മാർജിൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, MOC, മാർജിൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നോ മാർജിൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനോ പറയാം. അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ കാണാനുള്ള ഒരു കാര്യമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു PPC വരയ്ക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഡ്രോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നിങ്ങൾ നേരത്തെ നമ്മൾ ഒരു വർക്ക് തന്നായിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ. ഓർക്ക് നിങ്ങൾ കൃത്യമായിട്ട് വർക്കുകൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൃത്യമായി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മാത്രം കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിടിയില്ല. ഇപ്പൊ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ലിങ്ക് അയച്ചു തരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് കാണുന്നില്ലെങ്കിൽ
40 ചിലപ്പോൾ 10-60 പേരോളം പല വീഡിയോസും കാണുന്നുണ്ട്. പക്ഷെ ഒരാഴ്ച കൊണ്ട് സമയം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ കൃത്യമായിട്ട് ഇത് കാണുന്നില്ല, അല്ലെങ്കിൽ ആ വീഡിയോ ഇടുന്ന സമയത്തല്ല കാണുന്നത്, ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മള് ഇപ്പൊ ഓഗസ്റ്റ് മാസമായി, ഓണം പരീക്ഷ ഒക്കെ നടക്കേണ്ട ഒരു സമയം. ഇതുവരെ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സാഹചര്യം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെ. പക്ഷെ ഇനിയും നമ്മൾ ആ സാഹചര്യം നോക്കി ഇത് സ്കൂൾ ഇപ്പൊ തുറക്കും ഇരുന്ന് സ്കൂളിൽ വന്നിരുന്നിട്ട് ഇതെല്ലാം അങ്ങ് പഠിച്ചേക്കാം എന്നുള്ള രീതി ഇനി ഇരുന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളത് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയും നമുക്ക് സമയം കളയാനില്ല. ഗവൺമെന്റ് ഒരുപക്ഷെ പറഞ്ഞേക്കാം ആ സിലബസ് വെട്ടി കുറയ്ക്കാൻ, ചെറിയ പരീക്ഷ നടക്കുന്നുള്ളൂ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നമ്മൾ +2 ശേഷം ഡിഗ്രിയിലേക്ക് ചെല്ലുന്ന സമയത്ത്, ഡിഗ്രി കോഴ്സുകൾ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാകും ഇവിടെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് നമ്മള് സിലബസ് മാക്സിമം നമുക്ക് കവർ ചെയ്തേ മതിയാവുള്ളൂ. ഗവൺമെന്റ് പറയുന്ന സിലബസ് എത്രയാണെങ്കിലും നമ്മളത് കവർ ചെയ്തേ മതിയാവുള്ളൂ. അതിന്റെ ഒരു എക്സാം നിങ്ങൾക്ക് എന്തായാലും കാണും. എക്സാം നടത്താതെ ഒന്നും ഡിഗ്രിക്ക് നേരിട്ട് അഡ്മിഷൻ തരാനുള്ള യാതൊരു സാധ്യതയും കേരളത്തിൽ ഇല്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോവാം, എങ്ങനെയെങ്കിലും ജയിച്ചു പോവാന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, നമുക്കൊരു നേട്ടവും ഉണ്ടാവുകയില്ല. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരാൻ നിങ്ങൾ വ്യക്തമായിട്ട് കാണുക, സംശയങ്ങൾ ചോദിക്കുക. ഇല്ലെങ്കിൽ അത് വലിയ പ്രയാസം നിങ്ങൾക്ക് ഫ്യൂച്ചറിലെങ്കിലും നേരിടും. അതങ്ങനെ ഉണ്ടാവാണ്ടിരിക്കട്ടെ. ഓക്കെ. അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഒരു PPC വരയ്ക്കുക, നോട്ട് വ്യക്തമായിട്ട് എഴുതുക. അതിനകത്ത് നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലെന്ന് കരുതുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ, ലേബർ ഇന്റൻസീവ് ടെക്നിക് ഇസ് മോർ ബെനിഫിഷ്യൽ. ഗീവ് ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് ആൻഡ് എഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ്മെന്റ് ടു കണ്ടക്ട് എ ഡിബേറ്റ്. അതായത് ലേബർ ഇന്റൻസീവ് തൊഴിലാളി തീവ്ര സാങ്കേതിക വിദ്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അനുകൂലമായും പ്രതികൂലമായിട്ടും ചില ആർഗ്യുമെന്റ്സ് പറയാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ലേബർ ഇന്റൻസീവ് ടെക്നിക്കാണ് മൂലധന തീവ്ര സാങ്കേതിക വിദ്യയെക്കാളും നല്ലത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും പറയണം, എതിർത്തുകൊണ്ടും നമ്മൾ പറയണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പോയിന്റ്സ് ഒരു 2-3 ഞാൻ പറയാം. അപ്പൊ ലേബർ ഇന്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീപ്പാണെന്നുള്ളതാണ്. ലേബർ ഇന്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് ചീപ്പ് ആയിരിക്കും എന്നുള്ള അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. പലപ്പോഴും ലേബർ നമുക്ക് ചീപ്പായിട്ട് അവൈലബിൾ ആയിരിക്കും, പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ. ധാരാളം പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചീപ്പ് ലേബർ ആയിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. 2 എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു രാജ്യത്തെ ലേബർ ഇന്റൻസീവ് ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ധാരാളം ആൾക്കാർക്ക് തൊഴിൽ സാധ്യത സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് 2ാമത്തെ പോയിന്റ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാജ്യം, നമ്മളിപ്പം കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്കുകൾ തുടങ്ങുകയാണെങ്കിൽ, അതായത് ഇപ്പം ബസ്സുകളിലും കോളേജുകളിലും സ്കൂളുകളിലും വലിയ ഫാക്ടറികളിലും എല്ലായിടത്തും നമ്മൾ സാങ്കേതിക വിദ്യയാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ, അങ്ങനെ ഉപയോഗിക്കാൻ മറ്റു പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ അഥവാ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? തൊഴിൽരഹിതരായിട്ടുള്ള ധാരാളം ആൾക്കാർ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കാണും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ലേബറിനെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിരിക്കും. കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടിയ എന്താ മെച്ചം? ആൾക്കാരുടെ വരുമാനത്തിൽ വർധന ഉണ്ടാകും, GDP വർധന ഉണ്ടാകും, എക്കണോമിക് ഗ്രോത്തിലേക്ക് അത് നയിക്കുക, സാമ്പത്തിക വികസനത്തിലേക്കായിരിക്കും നയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്ന്, ചീപ്പ് ലേബർ അവൈലബിൾ ആയിരിക്കും, വളരെ കുറഞ്ഞ നിരക്കിൽ ലോ കോസ്റ്റില് പ്രൊഡക്ഷൻ സാധ്യമാകും എന്നുള്ളതാണ് ലേബർ ഉപയോഗിക്കുകയാണെങ്കിൽ. 2, ധാരാളം ആൾക്കാർക്ക് തൊഴിൽ ലഭ്യമാകും എന്നുള്ളതാണ്. തൊഴിൽ ലഭിക്കാൻ സഹായിക്കുന്നു ലേബർ ഇന്റൻസീവ് ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ളതാണ്. 2 പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. വേറെ പോയിന്റ്സുകളൊക്കെ ഉണ്ട്. വേറെ പ്രധാനപ്പെട്ട മറ്റു പോയിന്റ് ഇതാണ്, ഡെവലപ്പിംഗ് അല്ലെങ്കിൽ വികസന രാജ്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ക്യാപിറ്റൽ ഉപയോഗിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്തുകൊണ്ടെന്നാൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും, ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും നമുക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ വികസന രാജ്യങ്ങളൊക്കെ തന്നെ കൂടുതലും ലേബർ ഇന്റൻസീവ് ടെക്നോളജി ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ക്യാപിറ്റൽ കൂടുതൽ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ലേബർ ഉപയോഗിക്കുന്നുള്ളതാണ്. അത് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഇതായിട്ടും പറയാം. ആദ്യത്തെ 2 മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി കേട്ടോ. ബാക്കി അത്ര ശക്തമായിട്ടുള്ള പോയിന്റുകളല്ല എന്നുള്ളതാണ്, പറയാന്ന് മാത്രം.
ഇനി അതിന് വിരുദ്ധമായിട്ട് നമുക്ക് പറയാവുന്ന പോയിന്റ് ആണ് ഏതാണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത് കൂടുതൽ ബെനിഫിഷ്യൽ ആണ് എന്ന് പറഞ്ഞു. അതിന് റീസൺ നമ്മൾ ഒന്ന് പറഞ്ഞ ചീപ്പായിട്ട് ലേബർ ലഭ്യമാകുന്നതാണ്. രണ്ടാമത്തെ പറഞ്ഞത് എന്താണ് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് സൃഷ്ടിക്കപ്പെടും എന്നുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞു. അത് രണ്ടും പ്രധാനമായിട്ടുള്ള പോയിന്റാണ് കണക്കിലേക്ക്. ഇനി അതിന് വിരുദ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലോ ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത് മോശമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണെന്നല്ല പറയുന്നത്, അത് വിരുദ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന കാര്യമാണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ചീപ്പായിരിക്കാം, പക്ഷെ എന്താണ് പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും എന്നുള്ള പലപ്പോഴും. അതായത് ലേബർ ഇന്റൻസീവ് ടെക്നോളജിക്ക് എതിരെ പറയുകയാണെങ്കിൽ പറയുന്ന ഇതാണ്, നമ്മൾ ധാരാളം ആൾക്കാർക്ക് അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള തൊഴിൽ ചീപ്പായതുകൊണ്ട് തന്നെ ലേബർ ചീപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ലേബറിനെ കൂടുതൽ എംപ്ലോയ് ചെയ്യുന്നു. പക്ഷേ ഒത്തിരി ആൾക്കാരെ ഒരു ഫാക്ടറി ജോലിക്ക് വെച്ചു എന്നുള്ളതുകൊണ്ട് ഉൽപ്പാദനത്തിൽ വർധന ഉണ്ടാകുന്ന യാതൊരു നിർബന്ധമില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബേഴ്സിനെ കൂടുതൽ ജോലിക്ക് വെക്കുന്നത് കൊണ്ട് ഉൽപാദനം കൂടണമെന്ന് യാതൊരു നിർബന്ധവും. ആൾക്കാരുടെ എഫിഷ്യൻസി കുറവാണ്, അതൊരു ഡിമെറിറ്റ് ആണ്. ഇപ്പൊ മെറിറ്റ്സ് നമ്മൾ പറഞ്ഞത് ചീപ്പായിരിക്കും എന്ന് പറഞ്ഞു, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലെ മെറിറ്റ്സ്. ഡിമെറിറ്റ് പറഞ്ഞ എന്താണ് പ്രൊഡക്ടിവിറ്റി മേ ബി വെരി ലോ ഇഫ് യു എംപ്ലോയ് ലേബേഴ്സ് മോർ ആൻഡ് മോർ. അതാണ് പറയുന്നത് പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കാം, പ്രൊഡക്ഷൻ മേ നോട്ട് ഇൻക്രീസ് ഡ്യൂ ടു ലോ പ്രൊഡക്ടിവിറ്റി. അത് ഫസ്റ്റ് ഡിമെറിറ്റ് ആണ്. അപ്പോൾ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് കുറവായിരിക്കും ആർക്ക് ലേബേഴ്സിന്, അതൊരു ഡിമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പല ഡെവലപ്ഡ് രാജ്യങ്ങളെ സംബന്ധിച്ചും എന്തായിരിക്കും അവരെ സംബന്ധിച്ച് പോപ്പുലേഷൻ കുറവായിരിക്കും, ലെസ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ പോപ്പുലേഷൻ കുറവായിട്ടുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ലേബറിനെ കൂടുതൽ എംപ്ലോയ് ചെയ്യാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് ക്യാപിറ്റൽ ആയിരിക്കും ചീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഡിമെറിറ്റ് ഇതാണ്, ഡെവലപ്ഡ് ആയിട്ടുള്ള വികസിതമായിട്ടുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് എന്താണ് ക്യാപിറ്റൽ ആയിരിക്കാം ചീപ്പ്, ലേബർ ആയിരിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ലേബർ ഇന്റൻസീവ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ രാജ്യങ്ങൾക്കും എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ എന്തുള്ളോ അബണ്ടന്റ് ആയിട്ട് എന്താണുള്ളത് അതായിരിക്കും രാജ്യങ്ങളെ സംബന്ധിച്ച് ചീപ്പ്. ഇന്ത്യയെ സംബന്ധിച്ച് ലേബർ ചീപ്പ് ആണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് ക്യാപിറ്റൽ ആയിരിക്കും ചീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇത് അത്തരം കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി, നിങ്ങൾക്ക് അത്രയൊക്കെ ഇപ്പൊ പഠിക്കാനുള്ളൂ എന്നുള്ളത്. Complete the chart. Central problems of an economy: what to produce, how to produce, for whom to produce. ഏഴാമത്തേത് price is determined in a market through the forces of demand and supply. അതൊരു statement to government should adopt price control measures because the price determined by the forces of demand and supply is very high. These two statements indicate two economic analysis. What are they? Define. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2. സ്റ്റേറ്റ്മെന്റ് 1ഉം 2 എന്ന് പറയുന്നത് രണ്ട് എക്കണോമിക് അനാലിസിസ് സിസ്റ്റംസ് ആണെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. അത് പ്രൈസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഇൻ എ മാർക്കറ്റ് ത്രൂ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് പ്രൈസ് മെക്കാനിസം അവിടെ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ കാണുള്ളൂ. അപ്പൊ പ്രൈസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് നമുക്ക് ഗവൺമെന്റ് ഷുഡ് അഡോപ്റ്റ് പ്രൈസ് കൺട്രോൾ മെഷേഴ്സ് ബിക്കോസ് ദ പ്രൈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഒരു മിക്സഡ് എക്കോണമി. നിങ്ങൾക്കത് മനസ്സിലായി കാണുക എന്ന് എനിക്കറിയാം. ഇത് 2-3-4 ചാപ്റ്ററുകൾ മൈക്രോ എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അവരിവിടെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തത്. അത് സാരമാക്കണ്ട, നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്കും ക്ലിയർ ആയിക്കോളൂ. അവർ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്ന ഒരു മിക്സഡ് എക്കോണമി. ചിലപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വരാം, പക്ഷെ മിക്സഡ് എക്കോണമിയിലാണ് അത് കൂടുതൽ കൃത്യമായിട്ട് വരുന്നത്. ഇപ്പൊ രണ്ടാമത്തെ മിക്സഡ് എക്കോണമി ആയിട്ട് എഴുതിയാൽ മതി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലും വളരെ വരാം എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യ പോലെ മിക്സഡ് എക്കോണമിയിലാണ് അത് പെർഫെക്റ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്യുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എഴുതിയാലും ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അല്ല, മിക്സഡ് എക്കോണമി അഥവാ സോഷ്യലിസ്റ്റ് എക്കോണമി. സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് എഴുതി കഴിഞ്ഞാലും അതൊരു പരിധിവരെ ശരിയായിട്ട് വേണമെങ്കിൽ വന്നേക്കാം. കാരണം ഇപ്പോൾ ലോകത്ത് നമുക്ക് കൃത്യമായിട്ട് ഇത് ക്യാപിറ്റലിസം ആണ് അല്ലെങ്കിൽ ഇന്നത് സോഷ്യലിസം ആണ് എന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പൊ അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് നമ്മൾ പറയുന്നത്, പക്ഷെ അത് ശരിക്കും മിക്സഡ് എക്കോണമിയാണ്.
അപ്പൊ രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യ നമ്മൾ മിക്സഡ് എക്കോണമി ആണെന്നാണല്ലോ പറയുന്നത്, പക്ഷെ ഇന്ത്യ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മാറിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അപ്പൊ എന്തായാലും സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്, ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് സപ്ലൈ പ്രവർത്തിക്കുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് എന്നുള്ളത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്ന മിക്സഡ് എക്കോണമിയാണ് കൂടുതൽ സ്യൂട്ട്, അഥവാ സോഷ്യലിസ്റ്റ് എക്കോണമി എന്നും ഒരു പരിധി വരെ ചെറുതായിട്ട് പറയാം. അല്ലേ? ഓക്കെ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കാറ്റഗറൈസ് ദ ഫോളോയിങ് അണ്ടർ ഹെഡ്സ് ഓഫ് മാർക്കറ്റ് എക്കോണമി ആൻഡ് സോഷ്യലിസ്റ്റ് എക്കോണമി. അതായത് മാർക്കറ്റ് എക്കോണമിയും സോഷ്യലിസ്റ്റ് എക്കോണമിയും ഡിമാർക്കേറ്റ് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടാണ്. സെൻട്രലൈസ്ഡ് പ്ലാനിങ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ഹെഡ് ആയിട്ട് ഇടുക. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്നുള്ളൊരു ഹെഡ് എഴുതുക, രണ്ടാമത്തെ സോഷ്യലിസ്റ്റ് എക്കോണമി എന്നുള്ളൊരു ഹെഡ് ഇടുക, അതിന് താഴേക്ക് പറഞ്ഞ സംഭവങ്ങൾ എഴുതുക എന്നുള്ള പോയിന്റ്സ് എഴുതുക. അപ്പൊ ആദ്യത്തെ സെൻട്രലൈസ്ഡ് പ്ലാനിങ് ഏതാണ്? സോഷ്യലിസ്റ്റ് എക്കോണമി, സെൻട്രലൈസ്ഡ് പ്ലാനിങ്. പ്രോഫിറ്റ് എന്ന് പറയുന്ന പ്രോഫിറ്റ് മോട്ടീവ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ പറയാണ്, സെൻട്രലൈസ്ഡ് പ്ലാനിങ് സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്, പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് എവിടെയാണ്? സോഷ്യലിസ്റ്റ് എക്കോണമി, പ്രൈവറ്റ് സെക്ടർ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, പബ്ലിക് വെൽഫെയർ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയും, പ്രൈസ് മെക്കാനിസം ക്യാപിറ്റലിസം. മനസ്സിലായി കാണും അല്ലെ? അപ്പൊ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എക്കോണമി, പ്രോഫിറ്റ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, പബ്ലിക് സെക്ടർ എന്ന് പറയുന്നതും സോഷ്യലിസ്റ്റ് എക്കോണമി, പ്രൈവറ്റ് സെക്ടർ ക്യാപിറ്റലിസം, പബ്ലിക് വെൽഫെയർ സോഷ്യലിസം, പ്രൈസ് മെക്കാനിസം ക്യാപിറ്റലിസം. സംശയമില്ലല്ലേ? 9th one, correct if wrong. All the points inside the PPC shows efficient method of production. അതായത് തെറ്റാണെങ്കിൽ തിരുത്താൻ പറഞ്ഞിട്ടാണ്. So all the points inside the PPC shows efficient method of production. Efficient method ആണോ? Efficient എന്നുള്ള പോയിന്റ് മാറ്റണം അല്ലെ? Inefficient. Efficient എന്നുള്ളത് മാറ്റി inefficient method of production മാറ്റുന്നതായിരുന്നു. Inefficient ആണ്, അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയ്മെന്റ് അല്ലെ? ഇൻഎഫിഷ്യന്റ്. ഇൻഎഫിഷ്യന്റ് മലയാളം എന്താണ്? അപൂർണമായിട്ടുള്ള വിഭവവിനിയോഗം. രണ്ടാമത്തെ, പ്രൈസ് മെക്കാനിസം ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് സോഷ്യലിസ്റ്റ് എക്കോണമി. അതായത് വില മെക്കാനിസം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ ഒരു മെയിൻ ഫീച്ചർ ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആണോ? പ്രൈസ് മെക്കാനിസം എന്തിന്റെ മെയിൻ ഫീച്ചറാണ്? സോഷ്യലിസ്റ്റ് എക്കോണമി ആണോ? അല്ല, പിന്നെയോ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പൊ സോഷ്യലിസ്റ്റ് എക്കോണമി അല്ല, പിന്നെയോ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഒരു മെയിൻ ഫീച്ചർ ആണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി. ശരിയാ, മൈക്രോ എക്കണോമിക്സിന്റെ മറ്റൊരു പേരാണ് പ്രൈസ് തിയറി എന്ന് പറയുന്നത് കേട്ടോ, ഓർത്തോടുക. ദാറ്റ് ഈസ് ട്രൂ. അതിനകത്ത് കറക്റ്റ് ചെയ്യാനൊന്നുമില്ല, ശരിയാ. റോങ് ആണെങ്കിൽ കറക്റ്റ് ചെയ്താൽ മതിയില്ലോ, ശരിയാണെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കറക്റ്റ് ആണല്ലോ. ഓക്കെ, 10th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ട്. ഒറ്റപ്പെട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല. ഇതൊക്കെ ചെറിയ പിള്ളേർക്ക് കൊടുക്കുന്ന വർക്കുകളാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ചിരി വരിക. നിങ്ങക്ക് കരച്ചിൽ വരുവാണോ? കരയാറൊന്നുമായിട്ടില്ല. ഓക്കെ, പ്രൈസ് മെക്കാനിസം, പ്ലാനിങ്, സോഷ്യലിസം, വെൽഫെയർ. ഇതിനകത്ത് ഒറ്റപ്പെട്ട ഏതാണെന്നുള്ളത്. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഏത് എക്കോണമിയാ? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. പ്ലാനിങ്ങോ സോഷ്യലിസ്റ്റ് അഥവാ സെൻട്രലി പ്ലാൻഡ്. സോഷ്യലിസം, വെൽഫെയർ, സോഷ്യലിസം. അപ്പൊ ഇതിനകത്ത് ഒറ്റപ്പെട്ട ഏതാണ്? പ്രൈസ് മെക്കാനിസം ഒറ്റപ്പെട്ടത്, അത് ക്യാപിറ്റലിസം, ബാക്കിയെല്ലാം സോഷ്യലിസം. മിക്സഡ് എക്കോണമി, ഇന്ത്യ, അമേരിക്ക, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. അപ്പൊ മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ? ക്യാപിറ്റലിസവും സോഷ്യലിസവും ഒരുമിച്ച് പ്രവർത്തിക്കുക, അഥവാ പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളാണ്. അല്ലെങ്കിൽ അങ്ങനെ സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ മിക്സഡ് എക്കോണമിയാണ്. എല്ലാ മേഖലകളിലും മീൻസ് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഒക്കെ ഈ രണ്ട് മേഖലകളും കാണും. അതായത് സ്വകാര്യ മേഖലയും പൊതുമേഖലയും കാണും. അങ്ങനെയാണ് ഇത് മിക്സഡ് എക്കോണമിയാണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ? ഇപ്പോൾ KSRTC സ്വകാര്യ ബസ്സുകൾ, KSRTC ഗവൺമെന്റ്, സ്വകാര്യ ബസ്സുകൾ പ്രൈവറ്റിന്റെ. അതുകൊണ്ട് നമ്മുടെ മിക്സഡ് എക്കോണമി ആയതുകൊണ്ട് അത് ഒരുമിച്ച് കാണപ്പെടുന്നു. ആരോഗ്യ മേഖലയിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസും കാണും, സ്വകാര്യ ഹോസ്പിറ്റൽസും കാണും. മിക്സഡ് എക്കോണമി ആയതുകൊണ്ട് വിദ്യാഭ്യാസ മേഖല, ഗവൺമെന്റ് സ്കൂളുകൾ, സ്വകാര്യ സ്കൂളുകൾ, അല്ലെ? ഇത് മിക്സഡ് എക്കോണമിയാണ്. അപ്പൊ മിക്സഡ് എക്കോണമി ഒന്ന്, ഇന്ത്യയിൽ മിക്സഡ് എക്കോണമിയാണ്
പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ അതെല്ലാം സെയിം. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമായതുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും ഇപ്പം അമേരിക്ക ഒരു മിക്സഡ് എക്കോണമി ആയിട്ടാ നിൽക്കുന്നത് കേട്ടോ. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റിയിൽ അത് അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമായിട്ട് കരുതിയാൽ മതി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇത്ര മനസ്സിലായിക്കോളൂ. അമേരിക്ക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് രാജ്യത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറി മിക്സഡ് എക്കോണമി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് വിട്ടേക്കുന്നത്. അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് രാജ്യം, അത് ഓർത്താൽ മതി. വേറെ ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ലാസ്റ്റ് വൺ, complete the following table. Solutions to central problems economy. Price mechanism. Price mechanism ഏത് എക്കോണമിയിലാണ്? വില മെക്കാനിസം. ഒത്തിരി തവണ നമ്മൾ പറഞ്ഞ കാര്യം അല്ലെ. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. പ്ലാനിങ്ങോ? സോഷ്യലിസ്റ്റ് എക്കോണമി. മിക്സഡ് എക്കോണമിയോ? മിക്സഡ് എക്കോണമിയിൽ എന്തായിരിക്കും സംഭവിക്കുക? പൊതുമേഖലയും സ്വകാര്യ മേഖല അഥവാ പ്രൈസ് മെക്കാനിസം പ്ലാനിങ്ങും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ബോത്ത് പ്രൈസ് മെക്കാനിസം ആൻഡ് പ്ലാനിങ് കോ എക്സിസ്റ്റ് എന്നുള്ളതാണ്. രണ്ടും കാണുന്നുള്ളൂ. ഇത് രണ്ടും ഇവിടെ കാണും എന്നുള്ളതാണ് അതിന്റെ ആൻസർ. പ്രൈസ് മെക്കാനിസം കാണും, പ്ലാനിങ്ങും കാണും. എവിടെ? ഒരു മിക്സഡ് എക്കോണമിയിൽ ഇത് രണ്ടും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിങ്ങോട്ടേക്ക് തിരിയാൻ മതി. ബോത്ത് പ്രൈസ് മെക്കാനിസം ആൻഡ് പ്ലാനിങ് വർക്കിംഗ് ദെയർ ഇൻ മിക്സഡ് എക്കോണമി എന്നുള്ളത് മാത്രം നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചോദ്യങ്ങളൊക്കെ എഴുതുക, ഉത്തരങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതുക, നോട്ട്ബുക്കിൽ തന്നെ എഴുതുക. ഞാൻ അതിന്റെ ആൻസറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു, ആൻസറുകളൊക്കെ പറഞ്ഞു. അത് ടെക്സ്റ്റ് നോക്കി അതുപോലെ PPT പവർ പോയിന്റിനകത്തൊക്കെ നോക്കിയിട്ട് വളരെ നീറ്റായിട്ട് മൈക്രോ എക്കണോമിക്സിന്റെ നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് എഴുതിയിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യണം. എന്നത്തേക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റും? തിങ്കളാഴ്ചയോ? തിങ്കളാഴ്ച. ഏത്? ഈ വരുന്ന തിങ്കളാഴ്ചക്ക് മുൻപേ എനിക്ക് വാട്സപ്പ് ചെയ്യുക. നിർബന്ധമായിട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ CE വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഈ നിങ്ങളുടെ വർക്കുകളൊക്കെ അല്ലെ CE മാർക്കിന് വേണ്ടിയിട്ട് വർക്കുകളൊക്കെ പരിഗണിക്കും. നിങ്ങളുടെ പേരുകളും കാര്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.